നമസ്കാരം. മോക്ക് ടെസ്റ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കറണ്ട് അഫയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ദ സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുത്തത്. ദ സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുത്തത്. ശരിയുത്തരം ഇന്ദിരാഗാന്ധി എയർപോർട്ട്. ദ സ്കൈട്രാക്സ് വേൾഡ് എയർപോർട്ട് അവാർഡിൽ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മികച്ച വിമാനത്താവളമായി തിരഞ്ഞെടുത്തത് ഇന്ദിരാഗാന്ധി എയർപോർട്ട്. ഇന്ത്യയിലെ ഏറ്റവും തിരക്കേറിയ വിമാനത്താവളമാണ് ന്യൂഡൽഹിയിലെ ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ റൺവേയുള്ള വിമാനത്താവളവുമാണ് ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ട്. കാർബൺ ന്യൂട്രൽ പദവി നേടിയ ഏഷ്യ പസഫിക് മേഖലയിലെ ആദ്യ വിമാനത്താവളവും ഇന്ദിരാഗാന്ധി ഇന്റർനാഷണൽ എയർപോർട്ടാണ്. ഇന്ത്യയിൽ വ്യോമഗതാഗതം ആരംഭിച്ചത് 1911-ലാണ്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ആദ്യ വാട്സാപ്പ് ചാറ്റ് ബോട്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ആദ്യ വാട്സാപ്പ് ചാറ്റ് ബോട്ട്. ശരിയുത്തരം മായ. വിനോദസഞ്ചാര കേന്ദ്രങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള രാജ്യത്തെ ആദ്യ വാട്സാപ്പ് ചാറ്റ് ബോട്ടാണ് മായ. കേരളത്തിലെ വിവിധ ടൂറിസം കേന്ദ്രങ്ങൾ, താമസ സൗകര്യം, കല, സംസ്കാരം, ചരിത്രം എന്നിങ്ങനെയുള്ള വിശദാംശങ്ങളും മായ ചാറ്റ് ബോട്ട് സേവനത്തിലൂടെ ലഭ്യമാകും. സ്കൂളുകളിൽ നിന്നുള്ള വിനോദ പഠനയാത്ര സുരക്ഷിതമാക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും യൂണിസെഫും സംയുക്തമായി വികസിപ്പിച്ച ആപ്പാണ് ഉസ്കൂൾ. ഇന്ത്യയുടെ ശ്രേഷ്ഠമായ സാംസ്കാരിക പൈതൃകത്തെയും ചരിത്രപ്രധാനമായ സ്ഥലങ്ങളെയും ലോകത്തിനു മുന്നിൽ എത്തിക്കാൻ റെയിൽവേ സ്വകാര്യ പങ്കാളിത്തത്തോടെ തയ്യാറാക്കിയ പദ്ധതിയാണ് ഭാരത് ഗൗരവ് ട്രെയിൻ. ദേശീയ വിനോദസഞ്ചാര ദിനം ആചരിക്കുന്നത് ജനുവരി 25-നാണ്. ദേശീയ വിനോദസഞ്ചാര ദിനം ആചരിക്കുന്നത് ജനുവരി 25-നാണ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിനു കീഴിൽ ആദ്യ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്നത് കോഴിക്കോട് വലിയങ്ങാടിയിലാണ്. സംസ്ഥാന വിനോദസഞ്ചാര വകുപ്പിനു കീഴിൽ ആദ്യ ഫുഡ് സ്ട്രീറ്റ് ആരംഭിക്കുന്നത് കോഴിക്കോട് വലിയങ്ങാടിയിലാണ്. പ്രഥമ കേരള ഒളിമ്പിക്സ് ഗെയിംസ് വേദിയായത്. പ്രഥമ കേരള ഒളിമ്പിക്സ് ഗെയിംസ് വേദിയായത്. ശരിയുത്തരം തിരുവനന്തപുരം. പ്രഥമ കേരള ഒളിമ്പിക്സ് ഗെയിംസ് വേദിയായത് തിരുവനന്തപുരം. പ്രഥമ കേരള ഒളിമ്പിക്സ് ഗെയിംസിന്റെ ഭാഗ്യചിഹ്നം നീരജ് എന്ന മുയലാണ്. രാജ്യത്ത് ആദ്യമായാണ് സംസ്ഥാന തലത്തിൽ ഒളിമ്പിക്സ് ഗെയിംസ് നടത്തുന്നത്. കേരള കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. കേരള കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹിമാൻ. കേന്ദ്ര കായിക യുവജനക്ഷേമ മന്ത്രി അനുരാഗ് താക്കൂർ. കേന്ദ്ര കായിക യുവജനക്ഷേമ മന്ത്രി അനുരാഗ് താക്കൂർ. കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ ഭൂ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടൽ. കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ ഭൂ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടൽ. ശരിയുത്തരം എൻ്റെ ഭൂമി. കേരളത്തിൽ ആരംഭിക്കുന്ന ഡിജിറ്റൽ ഭൂ സർവേക്കായി റവന്യൂ വകുപ്പ് ആരംഭിച്ച പോർട്ടൽ എൻ്റെ ഭൂമി. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ സർവേ പദ്ധതിയുടെ ഭാഗ്യചിഹ്നം സർവേ പപ്പു. സംസ്ഥാന സർക്കാർ ആരംഭിച്ച ഡിജിറ്റൽ സർവേ പദ്ധതിയുടെ ഭാഗ്യചിഹ്നം സർവേ പപ്പു. ഇന്ത്യയിൽ പ്രളയ സാധ്യത ഭൂപടം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനമാകുന്നത് കേരളമാണ്. ഇന്ത്യയിൽ പ്രളയ സാധ്യതാ ഭൂപടം തയ്യാറാക്കുന്ന ആദ്യ സംസ്ഥാനമാകുന്നത് കേരളമാണ്. സമ്പൂർണ്ണ ഇ ഓഫീസ് സംവിധാനം നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യ ജില്ലയാണ് വയനാട്. സമ്പൂർണ്ണ ഇ ഓഫീസ് സംവിധാനം നടപ്പിലാക്കിയ രാജ്യത്തെ ആദ്യ ജില്ലയാണ് വയനാട്. കേരള റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. കേരള റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. റവന്യൂ വകുപ്പ് സ്വീകരിച്ച നടപടികൾ MLA-മാർക്ക് ഓൺലൈനായി അറിയാനുള്ള സംവിധാനമാണ് റവന്യൂ ഡാഷ്ബോർഡ്. റവന്യൂ വകുപ്പ് സ്വീകരിച്ച നടപടികൾ MLA-മാർക്ക് ഓൺലൈനായി അറിയാനുള്ള സംവിധാനമാണ് റവന്യൂ ഡാഷ്ബോർഡ്. എല്ലാ ഭൂവുടമകൾക്കും ആധാർ അധിഷ്ഠിത യൂണിക് തണ്ടപ്പേർ നടപ്പാക്കുന്ന രാജ്യത്തെ ആദ്യ സംസ്ഥാനം കേരളം.
വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരുടെ സംരക്ഷണത്തിനായി വൾച്ചർ കൺസർവേഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരുടെ സംരക്ഷണത്തിനായി വൾച്ചർ കൺസർവേഷൻ കമ്മിറ്റി രൂപീകരിച്ചത്. ശരിയുത്തരം തമിഴ്നാട്. വംശനാശ ഭീഷണി നേരിടുന്ന കഴുകന്മാരുടെ സംരക്ഷണത്തിനായി വൾച്ചർ കൺസർവേഷൻ കമ്മിറ്റി രൂപീകരിച്ചത് തമിഴ്നാടാണ്. പ്രോജക്റ്റ് നീലഗിരി താർ പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. സംസ്ഥാനങ്ങളുടെ ഭക്ഷ്യസുരക്ഷാ സൂചികയിൽ ഒന്നാമതെത്തിയ സംസ്ഥാനം തമിഴ്നാടാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ റിപ്പോർട്ട് പ്രകാരം ഏറ്റവും കൂടുതൽ വ്യവസായ യൂണിറ്റുകൾ ഉള്ള സംസ്ഥാനമാണ് തമിഴ്നാട്. ആയുഷ്മാൻ ഭാരത് പദ്ധതി വിനിയോഗത്തിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനവും തമിഴ്നാടാണ്. ഇന്ത്യയിലെ ആദ്യ സ്ലണ്ടർ ലോറി സാങ്ച്വറി നിലവിൽ വന്നത് തമിഴ്നാട്ടിലാണ്. നീർധാര. നീർധാര പദ്ധതി ഏതു നദിയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയാണ് തയ്യാറാക്കിയത്? നീർധാര പദ്ധതി ഏതു നദിയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്കു വേണ്ടിയാണ് തയ്യാറാക്കിയത്? ശരിയുത്തരം വാമനപുരം. നീർധാര പദ്ധതി ഏതു നദിയുടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയാണ് തയ്യാറാക്കിയത്? വാമനപുരം നദിക്ക് വേണ്ടി. കേന്ദ്ര മലിനീകരണ നിയന്ത്രണ ബോർഡ് പ്രസിദ്ധീകരിച്ച റിപ്പോർട്ട് അനുസരിച്ച് രാജ്യത്തെ ഏറ്റവും മലിനമായ നദി ചെന്നൈയിലെ കൂവം നദിയാണ്. ലോക നദീ ദിനം ആചരിക്കുന്നത് സെപ്റ്റംബറിലെ 4ാമത്തെ ഞായറാഴ്ചയാണ്. റായലസീമ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഏത് സംസ്ഥാനത്താണ്? റായലസീമ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ആന്ധ്രാപ്രദേശിലാണ്. രാജ്യത്തെ ഏറ്റവും തെളിമയുള്ള ജലം വഹിക്കുന്ന നദി മേഘാലയയിലെ ഉമൻകോട്ട് നദിയാണ്. സംസ്ഥാനത്ത് ആദ്യമായി സ്ഥാപിതമായ നദീ സാംസ്കാരിക മ്യൂസിയം നീളാനദിയെക്കുറിച്ചുള്ളതാണ്. ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ്. ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ് ക്യാപ്റ്റൻ അഭിലാഷ ബറാക്. ഇന്ത്യൻ കരസേനയിലെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റ് ക്യാപ്റ്റൻ അഭിലാഷ ബറാക്. രാജ്യത്തിന് പുറത്ത് യുദ്ധവിമാനം പറത്തുന്ന ആദ്യ വനിതാ പൈലറ്റാണ് അവനി ചതുർവേദി. അവനി ചതുർവേദി ഇന്ത്യൻ വ്യോമസേനയുടെ ആദ്യ വനിതാ യുദ്ധവിമാന പൈലറ്റാണ്. നാവികസേനയുടെ ആദ്യ വനിതാ പൈലറ്റ് ശിവാംഗി സിംഗ് ആണ്. നാവികസേനയുടെ ആദ്യ വനിതാ പൈലറ്റ് ശിവാംഗി സിംഗ് ആണ്. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റാണ് മൈത്രി പട്ടേൽ. രാജ്യത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ വനിതാ കൊമേഴ്ഷ്യൽ പൈലറ്റാണ് മൈത്രി പട്ടേൽ. ഭാവന കാന്ത് ആണ് റിപ്പബ്ലിക് ദിന പരേഡിന്റെ ഭാഗമാകുന്ന ആദ്യ വനിതാ ഫൈറ്റർ പൈലറ്റ്. ഭാവന കാന്ത്. 2022 വേൾഡ് ഇക്കണോമിക് ഫോറം റിപ്പോർട്ട് പ്രകാരം ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. 2022 വേൾഡ് ഇക്കണോമിക് ഫോറം റിപ്പോർട്ട് പ്രകാരം ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം. ശരിയുത്തരം 135. 2022 വേൾഡ് ഇക്കണോമിക് ഫോറം റിപ്പോർട്ട് പ്രകാരം ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 135. 2021 ഗ്ലോബൽ ജെൻഡർ ഗ്യാപ് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 140. സാമ്പത്തിക പങ്കാളിത്തവും അവസരവും, വിദ്യാഭ്യാസ നേട്ടം, ആരോഗ്യവും അതിജീവനവും, രാഷ്ട്രീയ ശാക്തീകരണം എന്നീ 4 ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ലിംഗസമത്വ സൂചിക. 146 രാജ്യങ്ങളുടെ പട്ടികയിൽ അയർലൻഡാണ് ഒന്നാമത്. ഫിൻലൻഡ്, നോർവേ, ന്യൂസിലൻഡ് എന്നിവയാണ് യഥാക്രമം 2, 3, 4 സ്ഥാനങ്ങളിൽ. ആരോഗ്യവും അതിജീവനവും എന്ന വിഭാഗത്തിൽ ഏറ്റവും പിന്നിൽ 146 സ്ഥാനമാണ് ഇന്ത്യക്ക്. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ പാർക്ക് നിലവിൽ വരുന്നത്. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരം. കേരള ഡിജിറ്റൽ സർവകലാശാലയുടെ കീഴിൽ ഡിജിറ്റൽ പാർക്ക് നിലവിൽ വരുന്നത് തിരുവനന്തപുരത്താണ്. ഡിജിറ്റൽ സയൻസ് മേഖല കേന്ദ്രീകരിച്ചുള്ള ഇന്ത്യയിലെ ആദ്യ പാർക്കാണ് തിരുവനന്തപുരം ഡിജിറ്റൽ സർവകലാശാല ക്യാമ്പസിന്റെ തുടർച്ചയായി ഒരുങ്ങുന്നത്. ബാങ്കിംഗ് ഇടപാടുകൾക്ക് പൂർണ്ണ ഡിജിറ്റൽ സംവിധാനം നടപ്പാക്കിയ ആദ്യ സംസ്ഥാനവും കേരളമാണ്. കേരളത്തിലെ ആദ്യ സമ്പൂർണ്ണ ഡിജിറ്റൽ ബാങ്കിംഗ് ജില്ല തൃശ്ശൂരാണ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ
ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്റർ. ശരി ഉത്തരം പ്രചന്ദ്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യ ലൈറ്റ് കോമ്പാക്ട് ഹെലികോപ്റ്ററാണ് പ്രചന്ദ്. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ആണ് പ്രചന്ദ് ഹെലികോപ്റ്റർ വികസിപ്പിച്ചത്. ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ടാങ്ക് ഗൈഡഡ് മിസൈലാണ് ഹെലിന. 2022 ഏപ്രിലിൽ ഇന്ത്യൻ വ്യോമസേന ഡയമണ്ട് ജൂബിലി ആഘോഷിച്ച ഹെലികോപ്റ്ററാണ് ചേതക്. S-400 പ്രതിരോധ മിസൈൽ സംവിധാനം ഇന്ത്യ വാങ്ങുന്നത് റഷ്യയിൽ നിന്നാണ്. ഇന്ത്യയും റഷ്യയും സംയുക്തമായി നിർമ്മിക്കുന്ന ഹെലികോപ്റ്ററാണ് കാമോ.